ലോകത്തിലെ സിനിമാ ഇൻഡസ്ട്രിയെ തന്നെ അമ്പരിപ്പിക്കുന്ന രീതിയിലാണ് ടോം ഹോളണ്ട് നായകനായിട്ട് എത്തുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ കളക്ഷൻ റെക്കോർഡുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ 15,000 കോടി രൂപയിലധികം ഓൾ ഓവർ വേൾഡ് കളക്ട് ചെയ്യാനായിട്ട് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ എത്ര രൂപയാണ് തങ്ങളുടെ പ്രതിഫലമായിട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിലെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് സ്പൈഡർമാനിന്റെ ഒഫീഷ്യൽ രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഗൂഗിൾ സൈറ്റുകളിൽ നിന്നാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന പോലെ ടോം ഹോളണ്ട് അവസാനമായിട്ട് അഭിനയിക്കുന്ന സ്പൈഡർമാൻ മൂവി ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഒഫീഷ്യലി തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് ലീസ കൊളോൺ സയസ്. ഏകദേശം 10 കോടി രൂപയാണ് ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമയിൽ നിന്ന് തങ്ങളുടെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇതിനടുത്തത് ഹൾക്കായിട്ട് അഭിനയിക്കുന്ന മാർക്ക് റഫല്ലോ. ഏകദേശം 100 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇത് ഡോളർ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത റുപ്പീസ് ആണ് പറയുന്നത്. അടുത്തതായിട്ട് ജോൺ ബ്രത്തൽ. ഏകദേശം 47 കോടി രൂപയാണ് ഫ്രാങ്ക് കാസ്റ്റിൽ എന്ന് പറയുന്ന തന്റെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് ഈ ഒരു മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ജാക്കോബ് ബറ്റാലിയൻ. ഏകദേശം 19 കോടി രൂപയാണ് നീഡ് ലീഡ്സ് എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് സെയ്ദ് സിംഗ്. ഏകദേശം 28 കോടി രൂപയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ മൂവിയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ ഒരു സിനിമയിലെ നായിക കഥാപാത്രമായിട്ടുള്ള MJ എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിക്കാനായിട്ട് സെൻഡയ. ഏകദേശം 67 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു സിനിമയിൽ വെറും 20 സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാമിയോ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് അർജന്റീനിയൻ സൂപ്പർ താരം നമ്മുടെ സ്വന്തം ലയണൽ മെസ്സി ഈ ഒരു സിനിമയിൽ നിന്ന് 142 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു സിനിമ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. അതുപോലെ തന്നെ ഒരു 20 സെക്കൻഡ് കാമിയോ റോള് തന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ ഒത്തിരി പേര് ഈ പറയുന്ന മെസ്സി അഭിനയിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടോം ഹോളണ്ട് നമ്മുടെ സ്പൈഡർമാൻ ആയിട്ട് ടോം ഹോളണ്ട് അഭിനയിക്കുന്ന അവസാനത്തെ പടമാണെന്നും ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ റെക്കോർഡൊക്കെ വരുന്നുണ്ട്. അപ്പൊ പീറ്റർ പാർക്കർ അല്ലെങ്കിൽ സ്പൈഡർമാൻ ആയിട്ട് അഭിനയിക്കാനായിട്ട് ടോം ഹോളണ്ട് ഈ ഒരു സിനിമയിൽ നിന്ന് 210 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ മൂവിയുടെ പ്രധാന കഥാപാത്രങ്ങൾ ഈ പറയുന്ന തങ്ങളുടെ പ്രതിഫലമായിട്ട് എത്ര രൂപയാണ് വാങ്ങിയിട്ടുള്ളതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രധാന കഥാപാത്രങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഈ ഒരു സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 15,000 കോടി രൂപ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ടോം ഹോളണ്ട് അവസാനമായിട്ട് സ്പൈഡർമാൻ ആയിട്ട് എത്തുന്ന പടമാണെന്നുള്ള രീതിയിലും ഈ ഒരു പടത്തിന് ഒത്തിരി ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ആമി പസ്കിൽ ആൻഡ് ഫിഗ്ഗി എന്നുള്ളവരാണ് ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന ഈ ഒരു പടം ഇനി കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പടം കാണാനായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ തന്നെ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള ലാംഗ്വേജുകളിലൊക്കെ ഈ പടം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും പോയി കാണണ്ട. ഇംഗ്ലീഷിൽ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫീലും ഈ പറയുന്ന ആ ഒരു സുഖമൊക്കെ കിട്ടുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും പോയി കാണുക. ഈ ഒരു പടം കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്